എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഭാഗമല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഉതകുന്ന വിധമുള്ള വലിയ ഒരു ശാസ്ത്രമാണ്. ജ്യോതിഷത്തിൽ പരിഹാരമെന്നൊന്നില്ല. പരിഹാരം ചെയ്യാനായി നിങ്ങൾ ആർക്കെങ്കിലും ഒരുപാട് പൈസ കൊടുക്കുകയും ചെയ്യരുത്. കർക്കിടക മാസം എന്ന് പറയുന്നത് സൂര്യൻ്റെ ദക്ഷിണായനം ആരംഭിക്കുന്ന മാസമാണ്. സൂര്യൻ 6 മാസം വടക്കോട്ട് നോക്കിയും പിന്നീടുള്ള 6 മാസക്കാലം തെക്കോട്ട് നോക്കിയുമാണ് സഞ്ചരിക്കുന്നത്. തെക്കോട്ട് നോക്കി സഞ്ചരിക്കാൻ തുടങ്ങുന്നതിനെ പഞ്ചാംഗത്തിൻ്റെ അടിപ്പടയിൽ ദക്ഷിണായനം എന്ന് പറയും. ഈ 6 മാസക്കാലം ദേവന്മാർക്ക് രാത്രികാലമാണ്. കർക്കിടക മാസം ആരംഭിക്കുമ്പോൾ കടുത്ത വെയിലും സഹിക്കാൻ പറ്റാത്ത ഉഷ്ണവും കുറച്ച് പതുക്കെ കുറയുന്ന സമയമാണ്. നമുക്കെല്ലാവർക്കും ദക്ഷിണായന പുണ്യകാലം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥയുള്ള സമയമാണ്. കർക്കിടക മാസത്തിലെ അമാവാസി കറുത്ത വാവ് പിതൃക്കൾക്ക് ബലിയർപ്പിക്കാനുള്ള ദിവസമായി നമ്മൾ കരുതാറുണ്ട്. പ്രകൃതിയിൽ മഴയുടെ മൂർത്തിമഭാവം കാണിക്കുന്ന സമയമാണ് കർക്കിടക മാസം. ഇങ്ങനെയുള്ള കർക്കിടക മാസത്തിൽ കർക്കിടക രാശിക്കാർക്ക് എങ്ങനെയുണ്ട്, ജ്യോതിഷപരമായിട്ട് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. 9-ാം ഇടത്തിലിരിക്കുന്ന ശനി ഭഗവാൻ നിങ്ങളുടെ ഭാഗ്യങ്ങൾ തടഞ്ഞു നിർത്തി ഇല്ലെങ്കിൽ തടഞ്ഞു നിർത്തും എന്ന് ഇനി നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ രാശിയിൽ കർക്കിടക രാശിയിൽ വന്ന് ഇരിക്കുന്ന ഗുരുഭഗവാൻ വ്യാഴം 5, 7, 9 ആകിയ ഇടങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ 9-ാം ഇടത്തിലിരിക്കുന്ന ശനിയെയും നോക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളും പണവരവും ഒരുപാട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ആടിമാസം എന്ന് വെച്ചാൽ കർക്കിടക മാസം കർക്കിടക കൂറുകാർക്ക് ഒരു കുറവുമില്ലാത്ത മാസമായി തീരും. അതുമാത്രമല്ല, നിങ്ങളുടെ യോഗകാരകൻ എന്ന് പറയുന്ന ചൊവ്വാഗ്രഹം നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 11-ാം ഇടത്തിലാണ് മാസ ആരംഭത്തിലിരിക്കുന്നത്. ഇത് കർക്കിടക മാസം 17-ാം തീയതി വരെ ചൊവ്വ ഇതേ ലാഭസ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് നടക്കും. പണവരവ് തീർച്ചയായിട്ടുമുണ്ട്. ആഭരണങ്ങളും വാങ്ങും. ഗുരുവും സൂര്യനും നിങ്ങളുടെ രാശിയിൽ ഒന്നിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ മാസം കർക്കിടക രാശിക്കാർക്ക് സൗന്ദര്യം കുറച്ച് കൂടും, ധൈര്യവും കൂടും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താൽ അതിലൊരു പ്രത്യേക പെർഫെക്ഷൻ ഉണ്ടായിരിക്കും, അതിനൊരു വേഗത ഉണ്ടായിരിക്കും. പക്ഷേ ഈ സമയത്ത് ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വയറ് സംബന്ധപ്പെട്ട ചെറിയ അസുഖങ്ങളുള്ളവർ, ഗ്യാസ്ട്രിക് പ്രോബ്ലമോ ഇല്ലെങ്കിൽ ദഹനക്കുറവുള്ളവരോ വളരെയധികം ശ്രദ്ധിക്കണം. വെളിയിൽ നിന്ന് ആഹാരം വാങ്ങി കഴിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കുറേയേറെ കർക്കിടക രാശിക്കാർക്ക് കുടവണ്ടി വെച്ചോ കുടവയറ് വെച്ചോ എന്ന് ചെറിയ സംശയം തോന്നും. അപ്പോൾ വയറിലോട്ട് കൈവച്ച് തടവി നോക്കുന്നതും അമർത്തി നോക്കുന്നതുമൊക്കെ പതിവാകും. അതിപ്പോൾ ആണുങ്ങൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും അങ്ങനെ ഫീൽ ചെയ്യും. ബുധൻ ഗ്രഹം തൻ്റെ സ്വന്തം വീടായിട്ടുള്ള മിഥുനത്തിൽ തന്നെ വന്നിരിക്കുകയാണ്. 12-ാം ഇടത്തിൽ ബുധൻ ഇരിക്കുന്നത് തന്നെ ഒരു കണക്കിന് നോക്കിയാൽ കർക്കിടക രാശിക്കാർക്ക് ഗുണകരമാണെന്ന് തന്നെ പറയാം. അറിവ് കൂടും, ജ്ഞാനവും കൂടും, നിങ്ങളുടെ സാമർഥ്യവും കൂടുന്ന മാസമാണ്. എന്നാലും ജോലിയിലും മറ്റു കാര്യങ്ങളിലും ഒരു ചെറിയ മടിയും പകൽ സമയങ്ങളിൽ ഉറക്കം വരാനും സാധ്യതയുണ്ട്. ഈ കർക്കിടക മാസത്തിലെ നല്ല മഴയും നല്ല തണുത്ത കാറ്റുമൊക്കെ അടിക്കുന്ന സമയത്ത് ഗവൺമെൻറ് ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർ പോയിരുന്ന് ഉറങ്ങാതെ ശ്രദ്ധിക്കണം. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം സൂര്യൻ്റെ വീട്ടിലാണ്. എന്ന് വെച്ചാൽ ശത്രുവിൻ്റെ വീട്ടിലാണ് ശുക്രൻ ഇരിക്കുന്നത്. അങ്ങനെ സൂര്യൻ്റെ വീട്ടിൽ ശുക്രൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ കുടുംബത്തിൽ ചെറിയ വാഗ്വാദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല, എന്നാലും ചെറിയ വാഗ്വാദങ്ങൾ തീർച്ചയായിട്ടും ഭാര്യയായിട്ടോ അല്ലെ അച്ഛനോ അമ്മയായിട്ടോ
അറ്റ്ലീസ്റ്റ് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ മക്കളുടെ അടുത്തെങ്കിലും ഒരു ചെറിയ വാഗ്വാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും കർക്കിടക രാശിക്കാർക്ക് ഈ ആടിമാസം, കർക്കിടക മാസം പുതുവസ്ത്രങ്ങൾ വന്നു ചേരുമെന്നുള്ളതിൽ വേറെ ഒരു അഭിപ്രായം ഇല്ല. കർക്കിടക രാശിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ആഭരണം വാങ്ങാനുള്ള യോഗമുണ്ട്. ആഭരണം വാങ്ങുമ്പോൾ ലേറ്റസ്റ്റായിട്ടുള്ള ഫാഷനിലായിരിക്കും ആഭരണങ്ങൾ വാങ്ങുക. ഇനിമേൽ അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരമൊക്കെ മാറി. പ്രധാനമായിട്ടുള്ള രാജഗ്രഹങ്ങളെല്ലാം കർക്കിടക രാശിക്ക് വളരെ സപ്പോർട്ടീവായിട്ടാണ് ഇരിക്കുന്നത്. യോഗകാരകനായിട്ടുള്ള ചൊവ്വ ലാഭസ്ഥാനമായിട്ടുള്ള 11-ാം ഇടത്തിലിരുന്ന് ലാഭം സമ്പാദിച്ചു കൊടുത്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. വീട്ടിനോ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം ജോലിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വിലപിടിപ്പുള്ള വലിയ വലിയ സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ വാങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിൻ്റെ ഇടയിൽ ആഭരണങ്ങളും വാങ്ങിക്കും. കർക്കിടക രാശിക്കാർ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ കർക്കിടക മാസം മുന്നോട്ട് പോകും. കലാകാരന്മാർക്കും കലാകാരികൾക്കും ഈ കർക്കിടക മാസത്തിൽ പുകഴും പണവും നിങ്ങളെ അന്വേഷിച്ചു വരും. കർക്കിടക രാശിക്കാർക്ക് പൊതുവായിട്ട് ഇപ്പോൾ ഒരിച്ചിരി ദേഷ്യം കൂടുതൽ വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലും വെളിവട്ടാരങ്ങളിലും നിങ്ങൾ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് തോന്നും. അത് കുടുംബത്തിലായാലും ശരി, സമൂഹത്തിലായാലും ശരി, സുഹൃത്ത് വലയങ്ങൾക്കുള്ള ആയാലും ശരി, ചിലപ്പം പ്രേമിക്കുന്നവരുടെ ഇടയിലായാലും ശരി, കർക്കിടക രാശിക്കാർക്ക് എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് തോന്നുന്ന സമയമാണ്. വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സമൂഹത്തിലുള്ളവർക്കും ഇഷ്ടപ്പെടുന്നു എന്നൊന്ന് വിശകലനം ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഈ കർക്കിടക മാസത്തിൽ കർക്കിടക രാശിക്കാരായിട്ടുള്ള ജ്യോതിഷന്മാരും മന്ത്രവാദികളും ഒന്ന് മിന്നിത്തിളങ്ങും. നിങ്ങളുടെ വാക്ക് ഫലിക്കും. നിങ്ങൾക്ക് പണവരവുമുണ്ട്, പുകഴും അധികമായിട്ടുണ്ട്. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് മിന്നിത്തിളങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. സൂര്യൻ നിങ്ങളുടെ സ്വന്തം രാശിയിലിരിക്കുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് ഷൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരനുസരിക്കും. വാക്കുകൾക്ക് ബലമുണ്ടാകും. നിങ്ങളുടെ പ്രവർത്തന മേഖലകൾ വിന്യസിക്കും. ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കൊരു വിലയും നിലയുമൊക്കെ പണ്ടുണ്ടായിരുന്നതിനേക്കാളും അധികമായിട്ട് വന്നു ചേരുന്ന സമയമാണ്. എല്ലാ കർക്കിടക രാശിക്കാരും കർക്കിടകം 17-ാം തീയതി മുതൽ നിങ്ങൾ ചെലവ് ചെയ്യുന്ന പണത്തിൻ്റെ കണക്കും മറ്റും വളരെ കൃത്യമായിട്ട് ആലോചിച്ച് എന്തൊക്കെ ചെലവ് ചെയ്യാം, എന്തൊക്കെ ചെലവ് ചെയ്യാൻ പാടില്ല എന്നൊന്ന് വ്യക്തമായിട്ടൊരു ധാരണയോടെ ചെലവ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ധൈര്യവും ഒരു വിശ്വാസവും ഒക്കെ വരുന്നതുകൊണ്ട് വീരശൂര പരാക്രമങ്ങളിലൊന്നും ഈടുപെടാൻ പാടില്ല. അത് കർക്കിടക രാശിക്കാർ ഈ മാസം, കർക്കിടക മാസം അത് പാടെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. മൊത്തത്തിൽ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ കർക്കിടക രാശിക്കാർക്ക് ഈ മാസം, ഈ ആടിമാസം ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരുപാട് നന്മകൾ നടക്കുന്ന ഒരു മാസം തന്നെയാണ്. എന്തായാലും എല്ലാ നന്മകൾക്കിടയിലും നിങ്ങളുടെ മനസ്സിൽ ഏതോ ഒരു ചെറിയ ഒരു പ്രശ്നം, ഏതോ ഒരു നഷ്ടബോധം നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. അത് ഊതി വലുതാക്കാതിരുന്നാൽ വളരെ സന്തോഷം. അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിൽ നിന്നുമുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകി അല്ലെങ്കിൽ കാമുകന്മാരിൽ നിന്നുമുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ വീട്ടിൽ വേറെ ഏതെങ്കിലും ഒരു പ്രശ്നം മനസ്സിനെ അലട്ടുന്ന മാതിരി ഉണ്ടാകാം. അത് ഊതി വീർപ്പിക്കാതിരുന്നാൽ എല്ലാം ശുഭം. 8-ലിരിക്കുന്ന രാഹു നിങ്ങൾക്ക് ഒരുപാട് ചെലവുകൾ തന്നിട്ടാണ് ഇരിക്കുന്നത്. ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷക്കാലവും നിങ്ങൾക്ക് ഒരുപാട് ചെലവുകളാണ്. വരവിനേക്കാൾ കൂടുതൽ ചെലവാണ്. അത് ഇനിയും തുടരും. എന്നാലും അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് വരുമാനം വരുന്ന ഒരു സമയം ആരംഭിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, നിങ്ങൾ ചെലവ് ചെയ്യണമെന്നുള്ളത് ഒരു മഹാസത്യമാണ്. അപ്പോൾ ഈ ചെലവുകളെല്ലാം വരും കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു ബിസിനസ്സോ ഒരു കടയോ അല്ലെങ്കിൽ ഒരു തൊഴിലോ എന്തെങ്കിലും വെച്ചിരിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി ഉള്ള സാധന സാമഗ്രികളോ ഒക്കെ വാങ്ങിച്ച് കൂട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ചെലവ് വരും കാലത്ത് നിങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ചെലവായിരിക്കണം. കർക്കിടക മാസം 16-ാം തീയതി 1/8/2026 അന്ന് സൂര്യൻ, ബുധൻ, ഗുരു ഈ 3 ഗ്രഹങ്ങളും നിങ്ങളുടെ രാശിയിൽ ഒന്നിച്ചു കൂടുന്നതാണ്. ഈ 3 ഗ്രഹങ്ങളുടെ ഗ്രഹക്കൂട്ടുകൾ നിങ്ങൾക്ക്
നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഉപരി പല നന്മകളും ഉണ്ടാക്കുമെന്നുള്ളതാണ് ജ്യോതിഷവിധി. പ്രത്യേകിച്ച് കായികപരമായിട്ട് കഴിവുള്ള കർക്കിടക രാശിക്കാർ നിങ്ങളുടെ കഴിവുകൾ തെളിയിച്ച് അതിൽ നിന്നും പുകഴും പണവും മറ്റുള്ളവരുടെ ആദരവും നിങ്ങൾക്ക് വന്നു ചേരുന്ന വിധം ഉള്ള സാഹചര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം നിങ്ങളെ തേടി വരികയും അത് നിങ്ങൾ തെളിയിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുകയും ചെയ്യും. ഉച്ച ഗുരുവിൻ്റെ കൂടെ ബുധൻ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം നന്മകളാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗുരു തനിച്ചിരിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല. പക്ഷേ അതിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ടുള്ള ഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ, ഗുരുവിൻ്റെ കൂടെ മറ്റ് ഗ്രഹങ്ങൾ വന്ന് ചേരുമ്പോൾ ഒരുപാട് നന്മകൾ നമുക്ക് വാരി വഴങ്ങുമെന്നുള്ളത് സത്യമാണ്. ധനകാരകനായ രണ്ടാമിടത്തേക്ക് അധിപതിയായിട്ടുള്ള സൂര്യനും വിരയാധിപതിയായിട്ടുള്ള 12-ാം ഇടത്തേക്ക് അധിപതിയായ ബുധനും ഇങ്ങനെ ഗുരു ഭഗവാന്റെ ഇടതും വലതും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഫസ്റ്റ് തന്നെ എടുത്ത് കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരുമാനവും വരും, ചെലവും വരും. എന്നാൽ വരുമാനം കൂടുതലായിട്ട് വരും, ചെലവും അതിനനുസരിച്ച് വരും. എന്നാൽ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള പണവരവും ഉണ്ടാകും. എന്തായാലും ഈ 3 ഗ്രഹക്കൂട്ടെന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനോടകം സൂര്യൻ 2-ാം ഇടത്തിലോട്ട് മാറും. അപ്പോൾ അതിനനുസരിച്ച് ഫലങ്ങളും മാറും. എന്തായാലും കർക്കിടക രാശിക്കാർ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് കാറ് വാങ്ങിക്കാം, ചിലപ്പോൾ വീട് വാങ്ങാൻ സാധ്യതയുണ്ട്, ഭൂമി വാങ്ങാൻ സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ, വീട്ടിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ, അല്ലെങ്കിൽ ജോലിക്ക് തൊഴിലിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് തീർച്ചയായിട്ടും നടക്കും. എന്നാൽ നിങ്ങളിത് കടം വാങ്ങിക്കാൻ പാടില്ല. കടം വാങ്ങിച്ചാൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കുള്ള ഫലം കൊടുക്കത്തില്ല. അതുകൊണ്ട് കടം വാങ്ങി ഒന്നും വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കർക്കിടക രാശിക്കാരായിട്ടുള്ള പുരുഷന്മാർക്ക് ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ കാമുകിയിൽ നിന്നോ സമ്മാനങ്ങളും ആദായവും വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. കർക്കിടക മാസം നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് കൂടുതൽ അടുക്കും, അച്ഛന് നിങ്ങളോട് സ്നേഹം കൂടും, അച്ഛൻ്റെ ശരീരസുഖവും കുറച്ച് നല്ലതായിട്ടിരിക്കും. നിങ്ങളും കുറച്ച് ശ്രദ്ധിക്കണം. ഈ മാസം നിങ്ങൾക്ക് വിവാഹത്തിനുള്ള അവസരങ്ങളുണ്ടാകും. എന്നാലും കർക്കിടക മാസം കഴിഞ്ഞ് വാക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ചെയ്യുന്നതോ ഒക്കെ ചെയ്താൽ വളരെ നന്ന്. കർക്കിടക മാസം ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. കർക്കിടക രാശിക്കാർക്ക് ഒരു ചെറിയ കാര്യമൊന്ന് പറയാം. നിങ്ങളുടെ എതിർ ലിംഗക്കാരോട് സഹകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിവാഹം കഴിക്കാത്തവർ, വിവാഹം കഴിച്ചവർക്കും ഇത് ബാധകമാണ്. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ ഒരാണിനെയോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെയോ നിങ്ങൾ പ്രേമിക്കുന്നുവെന്ന് വെക്കുക. നിങ്ങൾക്ക് അങ്ങോട്ട് പ്രേമമുണ്ട്. ആ വ്യക്തിയെ നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മൂലമോ ഇല്ലെങ്കിൽ ആ വ്യക്തിക്കും തങ്ങളോട് ഇഷ്ടമാണ് എന്നുള്ള ഒരു മാനസിക ഒരു തീരുമാനത്തിലോ ഏതെങ്കിലും ഒരു രീതിയിൽ പെട്ടെന്ന് ആ വ്യക്തിയെ കൈക്ക് കയറി പിടിക്കുന്നു. ആ സമയത്ത് ആ വ്യക്തി നേരെ മറിച്ച് നിങ്ങളോട് പ്രതികരിക്കുകയും അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. വളരെയധികം ഏതൊരു കാര്യം നിങ്ങളുടെ എതിർലിംഗക്കാരുടെ, ആണുങ്ങളോടും ശരി പുരുഷന്മാരോടും ശരി സ്ത്രീകളോടും ശരി എല്ലാവരോടുമാണ് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈടുപെടുമ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഈ കർക്കിടക മാസം നിങ്ങൾക്ക് പണവരവും സന്തോഷവും കുറച്ച് ആഭരണങ്ങളും ഒക്കെ വന്നു ചേരുന്നുണ്ട്. സൂര്യൻ രാശിയിലിരിക്കുന്നത് കൊണ്ട് ഒരു വെപ്രാളവും ഒരു മടിയും, അതിലുപരി ഈ മഴയിൽ തന്നെ, ഇത്രയും വലിയ മഴയിലും ശരീരത്തിനകത്തൊരു വലിയ ഉഷ്ണവും തോന്നും. അത് കുറച്ച് ദിവസമേ ഉള്ളൂ, അത് പെട്ടെന്നങ്ങ് മാറുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ മടി തോന്നും, എന്നാലും പരീക്ഷയിൽ ജയിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് നല്ല ഒരു അവസരം ഉണ്ടാകും, വരുമാനം കൂടും, ലാഭവും കൂടും, ഒരുപാട് കസ്റ്റമേഴ്സും നിങ്ങൾക്കുണ്ടാകും. പുതിയതായിട്ടുള്ള പുതു കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥലത്തോ വന്ന് ചേരും. ഈ മാസം, ഈ കർക്കിടക മാസം നിങ്ങളുടെ യുക്തികൾ ഉപയോഗിച്ച് നിങ്ങളുടെ വ്യാപാര സ്ഥലം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ കമ്പനികൾ, ഫാക്ടറികളെല്ലാം മോടി പിടിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. സൂര്യൻ രാശിയിലിരിക്കുന്നത് കൊണ്ട് തന്നെ, കൂടെ ഗുരുഭഗവാനും ഇരിക്കുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർക്ക് ഇതൊരു സുവർണ കാലഘട്ടമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ
പ്രകാശപൂരിതമായിട്ടുള്ള ഭാവി പരിപാടികൾ നിങ്ങൾ ആസൂത്രണം ചെയ്യും. ഗവൺമെൻറ് ഉദ്യോഗം നോക്കുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങളും വന്നു ചേരും. പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്നവർക്കും ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. ജോലിയിലൊരു സുഖമുണ്ടാവും. പണപരമായിട്ടുള്ള ബിസിനസ്, പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ, ചെറിയ ചെറിയ ബാങ്ക് മാതിരി വെച്ചിരിക്കുന്നവർ, ബാങ്ക് തന്നെ നടത്തുന്നവർ, സ്വർണം പണയം വെച്ച് കാശ് കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെ അനുകൂലമായിട്ടുള്ള, ഒരുപാട് പണവരവുള്ള നല്ല മാസമായിട്ട് ആയിത്തീരും. എല്ലാ കർക്കിടക രാശിക്കാർക്കും കുറച്ച് റൊമാൻസ് കൂടുന്ന സമയമാണ്. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഭാവി ജീവിതവും കൂടെ ഒന്ന് മുൻകരുതി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. രാജ്യഭരണത്തിന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഏറ്റവും അടുത്ത് നിന്ന്, രാജാവിൻ്റെ തൊട്ടടുത്ത് നിന്ന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ളവർക്കും വളരെ മനോഹരമായിട്ടുള്ള സമയമാണ്. ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് സന്തോഷങ്ങളും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കർക്കിടക മാസത്തിൽ. ഈ മാസം കർക്കിടക രാശിക്കാർക്ക് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർക്കിടക രാശിക്കാർ ഈ സമയത്ത് കൂടുതൽ റൊമാൻസ് ആയിരിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതും ലിങ്കായിരിക്കും. പുണർദം 4-ാം പാദവും പൂയം 4 പാദവും ആയില്യം 4 പാദവും അടങ്ങിയതാണ് കർക്കിടക രാശി എന്ന് പറയുന്നത്. പൂയം നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസം വളരെ നല്ല കാലഘട്ടമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് കുടുംബത്തിനുള്ളിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ ബാക്കി എല്ലാ കാര്യവും വളരെ മനോഹരമായിരിക്കും. വളരെ സന്തോഷകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. മീഡിയാക്കളിൽ പ്രവർത്തിക്കുന്നവർക്കും, കർക്കിടക രാശിയിലുള്ള മീഡിയാക്കളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല കാലഘട്ടമാണ്. ഒരുപാട് അവസരങ്ങളും പുകഴും നിങ്ങളെ തേടിയെത്തും. കർക്കിടക മാസത്തിൽ എല്ലാ ശുഭകാര്യങ്ങളും തീർത്തും ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഗൃഹപ്രവേശം, കല്യാണം, നിശ്ചയദാർത്ഥം ആകിയ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ശുഭകാര്യങ്ങളും നിങ്ങൾക്കറിയാമല്ലോ. അത്തരം എല്ലാ ശുഭകാര്യങ്ങളും തീർത്തും ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. കർക്കിടക മാസം പാപമുള്ള മാസം എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ കർക്കിടക രാശിക്കാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഓലച്ചുവടി.